കുറച്ച് ദിവസമായിട്ട് ഫിബിനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് നമ്മൾ പുറത്തു വിടുന്നത്. കാരണം ഫിബിൻ പുറത്തു പോയി എന്നുള്ള വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ഒരു ടാസ്ക് നടന്നു. ആ ടാസ്ക് ജിൻഡോയ്ക്കെതിരെ നമ്മൾ റിസ്മിൻ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കുന്നുണ്ട്. താനെ പുറത്തു പോയിട്ട് പുറത്തെ കാര്യങ്ങൾ പലതും അറിഞ്ഞെന്നും അതിനനുസരിച്ച് താൻ ഗെയിം ചേഞ്ച് ചെയ്തെന്നും ജിൻഡോ ടാസ്കിനിടയിലും മറ്റു പലരോടും പറഞ്ഞു നടക്കുന്നതായിട്ടാണ് നമ്മുടെ റസ്മിൻ പരാതിപ്പെട്ടത്. അത് ഇന്ന് രാവിലെ കള്ളം പറയാനൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിനാണ് ജിൻഡോ ഈ കാര്യം പറയുന്നത്. കള്ളം പറയുന്ന ടാസ്കിൽ ഇത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് മറ്റു പലരോടും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ പരാതി കൊടുക്കുന്നത്. അപ്പം പവർ ടീമിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നു. പവർ ടീം നമ്മുടെ ഫിബിൻ പവർ ടീമിലുള്ളപ്പം ഒരു നീതിന്യായ കോടതി പോലെ രൂപീകരിച്ച് ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നു. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയുക. വാദിയെയും പ്രതിയെയും വിളിച്ചതിന് ശേഷം സാക്ഷികൾ ഉൾപ്പെടെ വിസ്തരിച്ച് ഭൂരിപക്ഷ തീരുമാനപ്രകാരം അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനമെടുക്കുന്ന ഒരു സംഗതി. അതിനകത്ത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ റസ്മിൻ പറയുന്ന പല കാര്യത്തിനും ആരും ഇതും ഇല്ലാത്ത ഒരവസ്ഥയിലായി. കാര്യം അർജുനായിരുന്നു സാക്ഷി. അർജുൻ ഇത് കേട്ടോന്ന് ചോദിച്ചാൽ അർജുൻ കേട്ടുമില്ല. അർജുൻ വല്ലാതെ ഉരുണ്ട് കളിക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പം ഫിബിൻ എണ്ണിച്ച് ഇന്ന് പവർ ടീമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നേയില്ല. ഇതെന്താ പറയുന്നത്, കേൾക്കുന്നത്, ചെയ്യുന്നത് ഒന്നും തന്നെ ഇത് ജെന്യുവിനായിട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഈ കാര്യങ്ങളിലെ പരാതിയിലെ ഒരു കാര്യവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുമില്ല. ഇനിയെങ്കിലും പരാതി സ്വീകരിക്കുമ്പോൾ പവർ ടീം ഞങ്ങളെ ഇങ്ങനെ ആവശ്യമില്ലാതെ മെനക്കെടുത്തരുത്. അത് ജെന്യുവിനാണെങ്കിൽ അതിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പരാതി സ്വീകരിക്കാവുള്ളൂ എന്ന് പവർ ടീമിന് നമ്മളെ ഫിബിൻ കൊടുക്കുന്നൊരു താക്കീതുണ്ട്. സത്യം പറഞ്ഞാൽ ഫിബിൻ ഇല്ലായിരുന്നെങ്കിൽ ആരും അതിനെപ്പറ്റി മിണ്ടില്ല. പവർ ടീമിലെ പരാതിക്കാരി വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുക, അത് നമ്മുടെ അർജുൻ കേട്ടു എന്ന് പറയുക. അർജുൻ പറയുന്നു ഇതുപോലെ ബിഗ് ബോസിലെ ക്രൂ ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ജിൻഡോ പറഞ്ഞതായിട്ട് പറയുന്നു. ജിൻഡോ പറയുന്ന അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പക്ഷേ പുറത്തു പോയി വന്നതിന് ശേഷം റസ്മിൻ്റെ ഗെയിം ആകെ മാറി എന്നാണ് പറഞ്ഞത്. അപ്പം അർജുൻ ഉടനെ തന്നെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയാണ് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നിട്ടാണ് ഗെയിം മാറിയെന്നാണ് ജിൻഡോ ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. ജിൻഡോ പറഞ്ഞില്ല, പക്ഷെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇത് നീണ്ടുപോയപ്പം എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞപ്പം റസ്മിൻ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. അപ്പം അർജുനും അകത്താർന്നു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഫിബിൻ എണ്ണിച്ചി എന്ന് പറയുന്നത് ഇതിനകത്ത് യാതൊരു ക്ലാരിറ്റിയും വരുത്താൻ പരാതിക്കാർക്കും സാക്ഷികൾക്കും ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിൽ പവർ ടീം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാതി സ്വീകരിക്കുമ്പോൾ അത് ജെന്യുവിനാണോ, ഇതിനകത്ത് വല്ല കഴമ്പുണ്ടോ, സാക്ഷി പറയുന്നത് ശരിയാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റു മത്സരാർത്ഥികളെ വിളിച്ചു നിർത്തി ഇങ്ങനെ സമയം കളയേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾക്ക് വേറെ ജോലി ഉള്ളതാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഇന്നലെ വരെ പവർ ടീമിലുള്ള ഫിബിൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം പവർ ടീം ആകെ തേഞ്ഞു മാറി എന്നുള്ളതാണ്. പവർ ടീമിൻ്റെ കൺട്രോൾ മൊത്തം പോയി. ഫിബിൻ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അത് ലാലേട്ടൻ ഇതിനെ അഭിനന്ദിക്കുകയും ചെയ്തു, ഈ നീതിന്യായ കോടതി. അപ്പം ഈ പുതിയ പവർ ടീം അത് മുന്നോട്ട് നീങ്ങാനും ഒക്കെ തീരുമാനിച്ചു. പുതിയ പവർ ടീം എന്ന് പറഞ്ഞാൽ ഗബ്രിയും ശ്രീരേഖയൊക്കെ വന്നു കഴിഞ്ഞപ്പം അത് മുന്നോട്ട് നീങ്ങണം എന്നുള്ള ഉദ്ദേശം തന്നെ അവർ അപ്പം ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം അവർ മുതലാക്കാൻ വേണ്ടിയാണ് റസ്മിൻ്റെ കേസ് എടുത്തത്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ പവർ ടീമിന് ഒരു 8ൻ്റെ പണിയാണ് റസ്മിൻ കൊടുത്തത്. ഈ പരാതിയിൽ യാതൊരു കാര്യമില്ല. അവസാനം റസ്മിൻ തോറ്റു പിന്മാറേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫിബിൻ എന്ന് പറയുന്ന വ്യക്തി പല കാര്യങ്ങളും കുറിക്ക് കൊള്ളേണ്ടടുത്ത് തന്നെ കുള്ളിക്കും. അതുതന്നെയാണ് അദ്ദേഹത്തിന് നമുക്ക് ഇത്രയും ജനപ്രിയനാകാനുള്ള ഒരു കാരണം. ഏത് കേസായാലും പറഞ്ഞ് ഫലിപ്പിക്കുകയും അത് ആൾക്കാരുടെ മുന്നിലെത്തിക്കുകയും അതിൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ ഫിബിന് കഴിയും. അപ്പോൾ ഫിബിൻ താമസിക്കാതെ തന്നെ അസുഖങ്ങളെല്ലാം ഭേദമായി അകത്തെത്തും എന്ന് തന്നെ നമ്മൾ കരുതണം. അല്ലെങ്കിൽ ഫിബിൻ്റെ ഒരു വിടവ് എന്ന് പറയുന്ന നികത്താനാവാത്തത് ആയി മാറും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.